സമയം 12 മണി. കോട്ടയം നഗരസഭയിലെ കുറച്ച് കൗൺസിലർമാരെ നേരിട്ട് കാണുന്നതിന് വേണ്ടി വന്നതാണ്. എന്നാൽ പിന്നെ കാണണ്ടേ, ബാ. കോട്ടയം നഗരസഭയിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനിൽ കണക്കാലിൻ്റെ റൂമാണ്. ഫാനുണ്ട്, അതും 2 ലൈറ്റുണ്ട്, എന്തിന് AC വരെയുണ്ട്. പക്ഷേ സനിൽ കസേരയിലില്ല. ഷീബ പുന്നൻ, നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ. ഫാനുണ്ട്, ലൈറ്റുണ്ട്, AC മൂണ്. സമയം 1 മണി. ബിൻസി സെബാസ്റ്റ്യൻ, വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. ഇവിടെയും ഫാനുണ്ട്, ലൈറ്റുണ്ട്, എന്നാൽ കസേരയിലിരിക്കാൻ ആളില്ല. സംസ്ഥാനത്ത് കനത്ത വൈദ്യുതി പ്രതിസന്ധിയാണെന്നും ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്നൊക്കെയാണ് മന്ത്രി സണ്ണി ജോസഫ് പറയുന്നത്. എന്തായാലും മന്ത്രി പറയുന്നത് കൗൺസിലർമാരെങ്കിലും ഒന്ന് കേൾക്കണം. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. സാലി മാത്യു, ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ. കണ്ടു നോക്കാം. ചെയർപേഴ്സൺ ഇല്ല, പകരം ലൈറ്റും ഫാനുമുണ്ട്. കസേരയിൽ ആളില്ല, കമ്പ്യൂട്ടറും പ്രവർത്തിക്കുന്നുണ്ട്. എസ് ഗോപകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. പുറത്തേക്ക് കയറിയാൽ ഫാനുണ്ട്, അതും 2 ലൈറ്റും ഉണ്ട്, പക്ഷേ ആളില്ല. ഈ കറങ്ങുന്ന ഫാനിൻ്റെയും കത്തിക്കിടക്കുന്ന ലൈറ്റിൻ്റെയും പണം കൊടുക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്നാണ്, അല്ലാതെ ഈ കസേരയിലിരിക്കുന്നവരുടെ പോക്കറ്റിൽ നിന്നല്ല. ഇതിനൊക്കെ ആര് മറുപടി പറയാനാണ്? ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോസ് SP, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.